ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമേ പറയട്ടെ, കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തോരം കട്ട് ചെയ്ത് കളഞ്ഞാലും അങ്ങോട്ട് വലിപ്പം കുറയ്ക്കാൻ പറ്റണില്ല. ഈ ലോങ് വീഡിയോസിന്റെ പ്രശ്നം അതാണ്. ഞാൻ അത്ര അധികം ഷൂട്ട് ചെയ്ത് വെക്കണു. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത തവണ തൊട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ നോക്കാം. കാര്യം ചിലരൊക്കെ പറയുന്നുണ്ട് ലെങ്ത് കൂടിക്കോട്ടെ ചേച്ചി, അതിനിപ്പോൾ എന്താന്ന്. എന്നാലും എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്തൊരു ലെങ്താ. അതുപോലെ അപ്ലോഡ് ചെയ്യാനും കുറേ ടൈം എടുക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാം അല്ലേ? പിന്നെ കുറേ ആൾക്കാർ ഓരോ ഷോർട്സിനും വന്നിട്ട് കമന്റ് ഇടാറുണ്ട് എപ്പോഴാ ചേച്ചി എഴുന്നേൽക്കണേന്ന്. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്ന സമയം നിങ്ങൾ കാണുമ്പോൾ ഒട്ടുമിക്കതും ഒരു 5:30 ആയിട്ടുണ്ടാവണം. 5:15 അല്ലെങ്കിൽ 5:30. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ വന്നിട്ട് ചോറിനുള്ള വെള്ളം, അതായത് അരിക്കുള്ള വെള്ളം അടപ്പത്ത് വെക്കും, കുടിക്കാനുള്ള വെള്ളം അടപ്പത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരും. അപ്പോഴത്തേക്കും എന്തായാലും 5 മണിക്ക് എഴുന്നേറ്റാലും 5:15 5:30 ആവും. എന്നുവെച്ചാൽ എനിക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സമാധാനമായിട്ട്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്ത ദിവസങ്ങളിൽ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. നമുക്ക് പതുക്കെ ചെയ്താലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് 5 മണിക്ക് എഴുന്നേക്കണേ. പിന്നെ എനിക്ക് രാവിലെ എങ്ങനെ നോക്കിയാലും നേരത്തെ കണ്ണ് തുറക്കും എൻ്റെ. അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് ശീലമായത് കൊണ്ടാണ്. അങ്ങനെ 5:30 6 മണിക്ക് എണീറ്റാലും പിള്ളേരെ വിടാനൊക്കെ ഇതിന് പറ്റും. കുറച്ച് സ്പീഡായിട്ട് ചെയ്താൽ മതി. സ്പീഡ് എനിക്ക് ഉണ്ടാനും വേഗം ചെയ്യാനും അറിയാം. എന്നാലും ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യണ ഒരു സുഖം കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 8 മണിക്ക് ശേഷം കിഴക്ക് സൈഡാണല്ലോ നമ്മുടെ ഈ ജനലുകൾ വരുന്നത്. അടുക്കളയുടെ ഫ്രണ്ട് സൈഡ് വരുന്നത് കിഴക്കോട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് രാവിലത്തെ വെയിലടിക്കുവേ. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ ഈ ഒരു ജനല തുറന്ന് നല്ല കൂളായിട്ടുള്ള തണുത്ത ആ കാറ്റോട് കൂടി നമ്മൾ കുക്ക് ചെയ്യുന്നതും ആ വെയിൽ ഇങ്ങോട്ട് അടിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ച ഡൗട്ടാണ്, എനിക്കൊരു കോള് വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ച ഡൗട്ടാണ് എങ്ങനെയാ ചേച്ചി ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുളിക്കണേ, പച്ചവെള്ളത്തിലാണോ കുളിക്കണേ. അപ്പൊ ഞാൻ പറയണത്, ഞാൻ കുഞ്ഞിതിലേ തൊട്ടേ പച്ചവെള്ളത്തിൽ കുളിച്ച് ശീലിച്ചോണ്ട് എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ തോന്നാറില്ല. എത്ര തണുപ്പുണ്ടെങ്കിലും പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിക്കാറ്. പിന്നെ നല്ല തണുപ്പൊക്കെ വന്ന് എന്തെങ്കിലും വെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കും. ഹീറ്ററൊക്കെ ഇല്ലാണ്ടല്ല, ഹീറ്ററൊക്കെ ഉണ്ട്, എന്നാലും പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ രാവിലത്തെ കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോഴേക്കും വിശർക്കില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 8 മണിക്ക് ശേഷമാണെങ്കിൽ നന്നായി വിശർക്കും. ഈ ജനലിൽ നിന്നൊക്കെ ഇപ്പൊ വരുന്ന തണുത്ത കാറ്റിന് പകരം നല്ല വെയിലാണ് വരിക. രാവിലത്തെ വെയിൽ അത്ര ചൂടുള്ളതല്ലെങ്കിലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാവും. നന്നായിട്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് അടിക്കുന്നുണ്ട് വെയില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് മുമ്പേ എൻ്റെ കിച്ചണിലെ കുക്കിംഗ് കലാപരിപാടികളെല്ലാം തീർത്തു വെക്കും. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചടപടയെന്ന് ഓടിച്ചാടി പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോഴാണ് നമ്മൾ വിശർക്കുക. പക്ഷെ പതുക്കെ ഒരു പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിശർക്കൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര നേരത്തെ ഞാൻ എഴുന്നേക്കണേ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാനൊന്ന് പിള്ളേരെ നോക്കാനായിട്ട് പോവും, ചേട്ടൻ എഴുന്നേറ്റ് ഒന്ന് നോക്കാൻ പോവും. അങ്ങനെ അവര് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ വിളിക്കൂട്ടാ. ഒന്ന് മുമ്പേ കൂട്ടി പറഞ്ഞിട്ട് പോരും. പിന്നെ ജാനുവിന് ചെറിയ വയ്യായൊക്കെ ഉണ്ടായിരുന്നു, ചുമയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണതാണ് കേട്ടോ അവരെ. അപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ദേ ഈ ജനലിന്റെ അവിടെ നിന്നുണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് ഈ സമയത്ത് വരിക. ഒരു ഭയങ്കര നല്ല ഫീലാ. അപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നതിനുള്ള കാര്യം. ഇത്ര നേരത്തെ എഴുന്നേക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങളൊന്നും എഴുന്നേറ്റ് ശീലിച്ചല്ലെങ്കിൽ ചെയ്യണ്ട. ഞാനിത് എനിക്കൊരു ഇഷ്ടമായത് കൊണ്ട് ചെയ്യുന്നതാ. അപ്പൊ രാവിലെ കുളിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പകുതി പണി കഴിഞ്ഞ ഒരു ഫീലും ഉണ്ട്. അതുപോലെ തന്നെ രാവിലെ കുളിച്ച കാരണം കൊണ്ട് ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് ആ ദിവസം അങ്ങനെ തുടങ്ങാലോ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ കുലശ്രീ ആയിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല, അതുകൊണ്ടൊന്നല്ല. പിന്നെ എല്ലാ ദിവസവും തല കുളിച്ചിട്ടൊന്നും വരാൻ പറ്റാറില്ല. ചില ദിവസം മേല് കഴുകാറുള്ളൂ. എന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ വീണ്ടും കുളിക്കണ്ടേ. അപ്പൊ ഞാൻ തലടക്കം കുളിക്കും ജിമ്മിൽ പോയി വന്നു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ജിമ്മൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ പിന്നെ ജിമ്മിലെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഒരെണ്ണത്തിൽ. അപ്പം ഞാൻ ദേ പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉള്ള ഒരു ദിവസമാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കറിക്കുള്ളതൊക്കെ അരിയാണ്. അവർ ചപ്പാത്തിയാണ് കൊണ്ടുപോകണത്. അവർക്ക് മിക്കതും ഇഷ്ടം ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ സാധാരണ ഒരു ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കാണാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഞാനൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ദിവസം തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കുന്ന ചെറിയൊരു സൗണ്ടിൽ കുറച്ച് മെലഡി സോങ്സ് ഒക്കെ വെച്ചിട്ട്, അത് ഏത് ഭാഷയായാലും കുഴപ്പമില്ല, പഴയ പാട്ടുകളാണെങ്കിലും നല്ലതാ, അങ്ങനെയൊക്കെ വെച്ചിട്ട് തുടങ്ങി നോക്കിക്കോളൂ. എന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയോ? അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. പാട്ടൊക്കെ വെച്ചിട്ട് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ.
പിന്നെ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസ് അങ്ങോട്ട് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കുക്കിംഗ് വരുന്നില്ല. മിക്കതും പ്രശാന്തേട്ടൻ പാലക്കാട്, എറണാകുളം, അങ്ങനെ കോട്ടയം അങ്ങനെയൊക്കെ പോണ ദിവസങ്ങളിൽ ഞാൻ ചോറും കറിയും കാര്യമായിട്ടൊന്നും ഞാൻ വെക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഒരു എനിക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കണം. അതൊരു വെറുതെ വെക്കുകയാണ്. എനിക്ക് ചോറിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം രാവിലെ ചപ്പാത്തി മുട്ടക്കറി അല്ലെങ്കിൽ പനീർ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ ഞാൻ ചായ കുടിച്ച് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്ന് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചാൽ രാവിലെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ ഉച്ചക്കത്തേക്കാണ് അത് കഴിക്കുക. പിന്നെ വൈകുന്നേരം ചേട്ടൻ വന്നിട്ടാണ് എന്താ കഴിക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ച് ഞങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് ചോറും കറിയും ഉപ്പേരിയൊക്കെ വെച്ചാൽ അത് മിക്ക ദിവസവും വേസ്റ്റായി കളയേണ്ടി വരും. അപ്പം ഈ വെറുതെ ഫുഡ് വേസ്റ്റാക്കി കളയണ്ടല്ലോ, നമുക്ക് പണിയും ലാഭമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പ്രശാന്തേട്ടൻ ദൂരെ ദൂരെ സൈറ്റുകളിലേക്ക് പോണ ദിവസങ്ങളിൽ ഞാൻ അധികം ഒന്നും കുക്ക് ചെയ്യാറില്ല. പിന്നെ കുട്ടികൾ വീട്ടിലുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ഇട്ടിരുന്നത് അതുകൊണ്ടാണ്. കുട്ടികൾ വീട്ടിലുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചേട്ടനും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഞാൻ അങ്ങനെ മുടക്ക് ദിവസങ്ങളിൽ ഇടാറുള്ളത്. അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ ദിവസം അതുപോലെയാണ്. പ്രശാന്തേട്ടൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും വരില്ല. അപ്പം എന്തായാലും ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. കുക്കിംഗ് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഓരോരോ ഡിഷുകൾ വെറൈറ്റി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണത് ഇടാം. മിക്കതും ഞാൻ അങ്ങനെ എന്തെങ്കിലും സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഷോർട്സ് എടുത്തിടാറാ പതിവ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇത് ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യണ കാര്യമൊന്നുമല്ലല്ലോ, തുടങ്ങിയിട്ട് ഒരു 6 മാസം ആവണല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടുള്ള കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിച്ചെന്നോ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്നോട് ഇത് ചെയ്താൽ മതി ഹരിത, അങ്ങനെ വരില്ല, ഇങ്ങനെ ചെയ്താൽ മതി, അത് ശരിയാവും എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരണം. എനിക്കതിലൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ തെറ്റ് ചെയ്താലും അതിനെക്കുറിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പിന്നെ കുറേ ആൾക്കാർ കുലസ്ത്രീ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുള്ളൂ. പിന്നെ ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ഉള്ളിലോട്ട് എടുക്കാറില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും എനിക്ക് നല്ലത് ഓക്കെ ശരിയാണെന്ന് തോന്നുന്നത് ആര് പൊട്ടയാന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ അങ്ങനത്തെ വലിയ ടെൻഷനുകളൊന്നും ഇല്ല. അപ്പം ഇന്ന് കുക്കിംഗ് കുറവാണ്, അതാ ഞാൻ പറയാൻ വന്നത്. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും പിന്നെ ചായയും കാര്യങ്ങളല്ലാതെ വേറെ അങ്ങനെ ഓവറായിട്ട് വേറെ ഒന്നും കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയ പിന്നെ കുട്ടികൾ എഴുന്നേക്കണ വരെ നമ്മൾ കുറച്ച് ഫ്രീ ആണല്ലോ. അപ്പം നിങ്ങളിട്ട ഓരോ കമൻസും അതിന് വന്ന ഇതും പിന്നെ ഇന്നലെ റീൽസ് ഇട്ടിട്ടുണ്ടാവും. അപ്പം പിറ്റേ ദിവസത്തേക്ക് അത് എത്ര ആൾക്കാർ കണ്ടു, അങ്ങനെ ചില വീഡിയോസ് നമ്മുടെ മില്യൺ അടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം ആദ്യം തന്നെ ഒന്ന് ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അങ്ങനെ അത്രയും നോക്കാറില്ല. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ജാനു എഴുന്നേറ്റു. അവർക്ക് എന്തായാലും എഴുന്നേക്കാറായിട്ടുണ്ടേ, അതാണ് കേട്ടോ പറഞ്ഞത്. ഞാനിപ്പോൾ കാണിക്കണ എന്താണെന്നറിയോ, ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് 5 ലക്ഷത്തിന് മേലെ വ്യൂസ് വന്നു എന്നുള്ളത്. അതൊക്കെ നമ്മുടെ ഓരോരോ സന്തോഷങ്ങളാണ് കേട്ടോ. ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടും കൂടിയില്ല ഇതുപോലെയൊക്കെ എനിക്ക് വ്യൂസ് കിട്ടുന്നൊന്നും. 1 മില്യനൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടുമെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പം രാവിലത്തെ ആ ഒരു ചെറിയ ടൈം നമ്മൾ ആ ഫോൺ നോക്കിയിട്ട് എന്തെല്ലാം വന്നിട്ടുണ്ട് മെസ്സേജ് കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന ആ ഒരു ടൈമാണ് കണ്ടത് കേട്ടോ.
അങ്ങോട്ട് ഇടണ്ട, അങ്ങനെ മടക്കിയിടും. ജാനു എന്നും ബെൽറ്റും ID കാർഡും ഊരിയിട്ട് എൻ്റെ റൂമിലാണ് വെക്കുന്നതേ. അപ്പൊ ഇന്ന് രാവിലെ ബെൽറ്റും ID കാർഡും തപ്പി നടക്കുക. അപ്പൊ എൻ്റെ റൂമിലാണ് അത് ഉള്ളത്. അപ്പൊ ഞാൻ എണ്ണി പറക്കാണ് കേട്ടാ. എൻ്റെ ജാനു എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് കൊണ്ടുവച്ചാൽ ഈ തപ്പണോ എന്നു രാവിലെ. അങ്ങനെ ജാനുവിന്റെ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നംശിവ ഒന്ന് വേഗം ഇറങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് പോയി. ഇനി ഇവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ടൈമായിട്ട്. അപ്പൊ ജാനു എത്തിയിട്ടുണ്ട്. ഇനി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവള് കുറേ നേരം ആ ഭക്ഷണം പിടിച്ചുകൊണ്ടിരിക്കും. നംശിവ പിന്നെയും ഇപ്പൊ ഫാസ്റ്റായിട്ട് കഴിക്കും. കുഞ്ഞിതിലെല്ലാവരും അങ്ങനെയല്ലേ, കുറേ ടൈം എടുത്തിട്ടല്ലേ ഫുഡ് കഴിക്കുക. അപ്പം അങ്ങനെ പ്രശാന്തേട്ടൻ്റെ രാവിലത്തെ കോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈറ്റിലേക്ക് ഓരോരുത്തരെ വിടാനുള്ളതും, ഇന്ന സൈറ്റിൽ ഇന്ന് പൊക്കോളൂ, ഇത്ര പേര് ഇന്ന സൈറ്റിൽ പൊക്കോളൂ. അപ്പം അതൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശാന്തേട്ടൻ്റെ ആ ഒരു ടൈം. അങ്ങനെയാണ് അച്ഛനെ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതെന്താ പ്രശാന്തേട്ടൻ പറയണേന്ന് അറിയോ? ഇന്ന് അവര് പോട്ടയിലേക്ക് പോവാണ്. ഇന്ന് ശനിയാഴ്ച അല്ല, വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ പോട്ടയിലേക്ക് പോവാണ്. അപ്പൊ നാളെയും മറ്റന്നാളൊക്കെ മുടക്കാണ് അമ്മ. എന്തായാലും ഈ ആഴ്ച ഒന്നും പഠിക്കാനും എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് പോട്ടേന്ന് പറയപ്പോ പ്രശാന്തേട്ടൻ പോവണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുക. അതാണ് കേട്ടോ ഇപ്പൊ കണ്ടത്. ബാഗിന്റെ സിബ് അടയ്ക്കണം, ID കാർഡ് ഇടണം, ബെൽറ്റ് ഇടണം, കോളറൊന്ന് ശരിക്കും വെക്കണം. ബാഗിലാ ID കാർഡ് കയ്യിലിരിക്കല്ലേ? ഓക്കെ, കമോൺ. കുപ്പിയൊക്കെ ഉണ്ടാ? കുഞ്ഞുമുട്ട പൊളിച്ചു വെച്ചല്ലേ ഞാൻ? ഞാൻ പറഞ്ഞ പോലെ ഇതാ സൂര്യൻ 8 മണിയായിട്ടില്ല, അതിനു മുമ്പേ എത്തി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നേരത്തെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, നേരത്തെ സന്ധ്യാവുണ്ട്. 5 മണിയാകുമ്പോഴേക്കും 6 മണിയായ ഒരു ഫീലാണ്. 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് സൂര്യട്ടാ. നമ്മുടെ ഇന്നസെന്റ് പറയണ പോലെ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിക്കോന്ന് പറയണില്ലേ, അതുപോലെ സൂര്യൻ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ വെയിൽ വന്നു തുടങ്ങി, കണ്ടോ? കറക്റ്റ് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ വെയിലടിക്കും. അതാ ഞാൻ പറഞ്ഞ രാവിലെ നേരത്തെ കുക്ക് ചെയ്യണം എന്ന്, കുക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പോകേണ്ട ടൈമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അവർക്കുള്ള സ്നാക്സ് ബോക്സും ലഞ്ച് ബാഗും എല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ. കൊണ്ടുവരോ?
നമശിവ് കഴിഞ്ഞ ദിവസേ സ്കൂളിൽ വെച്ച് മറന്നിട്ടുണ്ട് കേട്ടോ സ്നാക്സ് ബോക്സ്, അതാ പറഞ്ഞേ. നല്ല വെയിലാണുള്ളത് നേരത്തെ, അല്ലെങ്കിൽ ഈ നേരത്തൊന്നും ഈ വെയിലടിക്കാറില്ല. ഇന്ന് നല്ലോണം വെയിലടിക്കുന്നു. അപ്പൊ ഇന്ന് നിങ്ങള് അവിടെ നിന്ന് കോട്ടയ്ക്ക് പോകും അല്ലേ? അപ്പൊ ഞാനും അച്ഛനും സിനിമയ്ക്ക് പോകും. കാന്താരി ഉണ്ടല്ലോ, കാന്താര, അത് ഭയങ്കര പേടിയാവണതാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഞെട്ടുന്ന പറയണേ. കുട്ടികൾ പോട്ടയിലേക്ക് പോകുന്ന കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഫ്രീ ആണല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചേക്കണേ, കാന്താരയ്ക്ക് പോവാന്ന് വിചാരിച്ചത്. എന്താന്ന് വെച്ചാൽ മക്കളെ കാണിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെ അവരുടെ കൂടെയും, അല്ലാത്തത് ഞങ്ങൾ ഇതുപോലെ ചാൻസ് കിട്ടുമ്പോഴാണ് പോവാറ്. അപ്പൊ കാന്താര കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു മക്കള് പേടിക്കുന്നു. നമശിവന് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല, അവന് ഇങ്ങനത്തെ പടങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷെ ജാനു രാത്രി ആകുമ്പോഴേ പേടിച്ചിട്ട് കരഞ്ഞ് എഴുന്നേറ്റ് വരും. ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു ശീലമുള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ പടങ്ങളൊന്നും ഞാൻ കാണിക്കാൻ കൊണ്ടുപോകാറില്ല. സമയം നോക്കി പറഞ്ഞു. ലഞ്ച് ബാഗ് റെഡി. ഞാൻ പറഞ്ഞില്ലേ ജാനു ഇങ്ങനെ ഇരിക്കുന്നത്, അവളുടെ കഴിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമശിവ് വായ കൊടുത്തോണ്ടിരിക്കുക, അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വെച്ചിട്ട്. എന്നും ജാനുവിന് ഭക്ഷണം കഴിക്കാൻ കുറേ നേരം വേണം. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ പറയും വേണ്ട, പിന്നെ ഭക്ഷണേ കഴിക്കില്ല. ഒന്ന് നന്നായി വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ജലദോഷം വരും, പിന്നെ ഒന്നും കഴിക്കില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ. വീഡിയോ ഓഫാക്കാൻ വന്ന ഞാനിത് കണ്ടപ്പോൾ അത് സൂം ചെയ്ത് വീഡിയോ എടുക്കുകയാണ് കേട്ടാ. എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഈ പ്രായത്തിലൊക്കെ ഞാനും എൻ്റെ അനിയനും പൂരത്തല്ല. ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുത്ത് അവൻ തട്ടിയെടുത്തുകൊണ്ട് പോവും. അങ്ങനെ പൂരത്തല്ലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ഉള്ളത് കൊണ്ടായിരിക്കണം. എൻ്റെ മക്കൾ ഇതുപോലെ അവനെ ഞാൻ കുഞ്ഞിതിലേ തൊട്ട് മോളുണ്ടായപ്പോൾ തൊട്ട് അവൻ്റെ ഒരു മോളെ പോലെ നോക്കി ശീലിപ്പിച്ചത് കൊണ്ട് അവൻ എന്തുണ്ടെങ്കിലും അവളുടെ വായിൽ കൊടുക്കാനും അങ്ങനെയൊന്നും ഒരു ഈഗോ പ്രശ്നങ്ങളില്ല തമ്മില്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ അത് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നേട്ടാ. അങ്ങനെ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ജാനുവിനെ മുടി ഒന്ന് ഈരി ചെടിയൊക്കെ തീർക്കാൻ വിട്ടിട്ട് പ്രശാന്തനെ ചന്ദനം തൊട്ട് കൊടുത്ത് വിടട്ടെ കേട്ടാ. ഇന്നലെ ഇവിടെ നനച്ചിട്ടില്ല. എനിക്ക് ആ സാധനം ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറയാ ചേട്ടാ. ഞാനുണ്ട് അതിന്റെ പൊട്ടിയ ഭാഗം മുറിച്ചിട്ട് നല്ല ഭാഗം കയറ്റണം. അപ്പൊ ഡ്രൈ ആയി പോകും. തുറട്ടെ. ഇത് ചുളിഞ്ഞാൽ മതി പോയി സാധനം. ഇത്രയൊക്കെ ചെയ്തപ്പോൾ ചേച്ചിക്ക് ഈ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തൂടെ എന്ന് കുറേ പേര് ചോദിച്ചു. ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ ഇപ്പോഴും പറ്റായൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ രാവിലെയും വൈകുന്നേരവും ആ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും ഒന്നും നടക്കണതേ ഇത്തിരി നല്ല കാര്യമല്ലേ ഞാൻ ചിന്തിച്ചപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിനൊരു തിരക്ക് കൂട്ടണില്ല. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഓട്ടോമേഷൻ വെക്കണോ വേണ്ടേന്നൊക്കെ. അപ്പം അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടെ ഇടയ്ക്കെങ്കിലും ഒന്ന് നടക്കണ്ടേ, അതൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ ഈ നടത്തീനെ. പിള്ളേരെ പോവണ്ടേ? മുടിയൊക്കെ ചേർത്താ
പിന്നെ ഭയങ്കര ലൂസാടാ, അത് വേണ്ട, വേറെ എടുത്തോ. ചന്ദനം കളഞ്ഞു ചേട്ടങ്ങളൊന്നും ഞാൻ കേട്ടോ, ചേട്ടകളൊന്നും പറഞ്ഞല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ജാനുവിനോട് പറഞ്ഞേ, തമിഴ്നാട്ടിലൊക്കെ പൊട്ടുതൊട എങ്ങനെയാണെന്നറിയോ? അടിയിൽ ചന്ദനം തൊട്ടിട്ട് മുകളിൽ പൊട്ടു തൊടും. അതായത് പൊട്ടു തൊട്ടിട്ട് അവർ ചന്ദനം അടിയിൽ തൊടുന്നതാണെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇന്ന് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേക്കണേ കേട്ടാ. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാം. അടിയിൽ ചന്ദനം, മുകളിൽ പൊട്ട്. മുമ്പ് അമ്മ സ്കൂളിൽ പോകുമ്പോൾ അമ്മ അങ്ങനെ ഒരു വര അടിയിൽ ചന്ദനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് ചന്ദനത്തിൻ്റെ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ പ്രശ്നം അറിയാം? അത് ഗ്ലാസ് ആണ്. ബേഗില് ബുക്കിന്റെ സാധനങ്ങളുടെ ഇടയിൽ വെച്ചാൽ പൊട്ടും, കൊണ്ടുപോകാൻ പറ്റില്ല. കവറിലിട്ടാലും ബേഗ് അമക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അത് പൊട്ടും. ചില്ലാണ്. പിന്നെ ആ ബേഗിൽ നിന്ന് ആ ചില്ല ഇതിൽ വീണിട്ട് ആ ബേഗിന്റെ ഉള്ളിൽ കൈയിട്ട് എന്തെങ്കിലും എടുക്കണ ആവശ്യം കൈ കൂട്ടും. എൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയെ എന്നിട്ടോ ബേഗില് ഒരു ഹലുവ കൊണു ബേഗില്, ഒരു കവറില്. അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ല, ഈ കുട്ടിയുടെ ബേഗില് ഒരു ഇതുപോലെ എന്തോ കണ്ണാടിയാണോ ബ്ലേഡാണോ എന്നിട്ടോ സൂക്ഷിച്ച് ഒരു ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കള്ളിയിൽ തന്നെയാണ് ഈ ഹലുവ ഒരു കവറിൽ, കുഞ്ഞു കഷ്ണാണ് ഹലുവയുടെ, ഒരു കവറിലാക്കി വെച്ചത്. അവള് ആ ഹലുവ എടുക്കാൻ വേണ്ടി കൈയിട്ടതാ. ഇതില് ബ്ലേഡുള്ള കാര്യം ഇവൾക്ക് ഓർമ്മയില്ലല്ലോ. അതിൽ നോക്കിയിട്ടല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബേഗിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നോക്കാണ്. അപ്പൊ അവള് പോട്ട സ്കൂളിൽ വെച്ചിട്ട് എന്നിട്ട് അവള് ഞങ്ങൾക്ക് ഹലുവ തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞങ്ങള് ഇവളുടെ കൂടെ പോയി ഇവള് ഹലുവ എടുക്കാൻ വേണ്ടി കൈയിട്ടപ്പോഴേ ബ്ലേഡിന്റെ ആ പേപ്പർ കവറിന്റെ ഉള്ളിലാണ്, ഒരു പേപ്പർ മടക്കി വെച്ചിട്ടല്ലേ ബ്ലേഡ് വെക്കാൻ. അങ്ങനെ തന്നെയാണ് ബ്ലേഡ് ഇരിക്കണേ. പക്ഷെ അങ്ങനെ കൈയിട്ട വശം ആ ബ്ലേഡ് ഇങ്ങനെ ഇരിക്കണ്ടായി പേപ്പർ കവറിലൊക്കെ. അപ്പൊ ആ ശക്തിയിൽ കൈയിട്ടപ്പോ പേപ്പർ കവർ കയറിയിട്ട് കൈമ കയറി. ഇത് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് കയറി. ഇവിടെ എന്റെ ചോര ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു, ഭയങ്കരമായിട്ട് ചോര എന്റെ ക്ലാസ്സിലത്തെ ഒരു കഥ പറഞ്ഞപ്പോ നമശീന് അങ്ങനത്തെ ഒരു കഥ ഓർമ്മ ഒന്ന് പറയാണ് കേട്ടാ. എന്നിട്ടും ബ്ലീഡിങ് ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ കൈ ഇതുപോലെ മുറിഞ്ഞു അത്രേ. സാധനങ്ങളൊന്നും കൊണ്ടിട്ടല്ല, വേറെ എവിടെയോ തട്ടിയിട്ട്. ആ കഥ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്കൂളിലേക്ക് ഉള്ള വണ്ടി കാരണം ഒരാ കഥ ഉണ്ടായിരുന്നു. മനസ്സിലായി മനസ്സിലായി, ട്യൂൺ അല്ലേ. അങ്ങനെ കുറെ കഥകൾക്ക് ശേഷം ഞാൻ ദേ തിരിച്ചെത്തിയിട്ടുണ്ട്. അവരൊക്കെ വണ്ടിയിൽ കയറ്റിവിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് മീ ടൈം അല്ല മാ ടൈം. അതായത് ഇനി കുറച്ചു നേരം അമ്മേനെയൊക്കെ ഫോൺ ചെയ്തിരുന്ന്, ഞാൻ മാന്നാണ് അമ്മേനെ ഫോണിൽ സേവ് ചെയ്തിട്ടാണ്. പണ്ടേ ഹിന്ദി സീരിയൽസ് ഒക്കെ കാണാറുണ്ടേ. ഖുഷിയുടെ സീരിയൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇസ്പ്യാർക്കോ ക്യാനാമതും. എൻ്റെ ദൈവമേ, ഞാനൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കണ സമയത്ത് ആ സീരിയൽ വൻ ഹിറ്റാണ്. അത് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഓടണം. മലയാളത്തിലില്ലേ, ഹിന്ദിയിൽ ഓടണ ടൈമാ. ഞങ്ങളത് സ്റ്റാർ പ്ലസിലാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറെ ഉണ്ട് ഹേ മൊഹബത്തേൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സീരിയലുകൾ. അതൊക്കെ ഇപ്പം എടുത്തതേ മലയാളത്തിലൊക്കെ കുറെ പേര് അഭിനയിച്ച് തകർക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. പക്ഷെ ഞങ്ങളുടെ അർണവ് സിംഗ് രായ് സാദിയും ഖുഷിയും അടിപൊളിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാനത് ഹോട്ട്സ്റ്റാറിൽ എടുത്ത് കാണാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ കാണാൻ പറ്റൂ കേട്ടോ. ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് ഇസ്പ്യാർക്കോ ക്യാനാമതും അടിച്ചു കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡും അതിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് കാണാം.
അടിപൊളി സീരിയല്. ഞാൻ സീരിയലിനൊന്നും പ്രൊമോട്ട് ചെയ്യണ ആളല്ല. പക്ഷെ മലയാളം കുത്തിത്തിരിപ്പ് സീരിയലുകൾ അമ്മായിമ്മ പോര് പോലെയല്ല. ഈ സീരിയല് ഹിന്ദി സീരിയലുകൾക്ക് വേറൊരു ഇതുണ്ട്. ഒരു ഇത്തിരി കാണാനും ഒരു രസമാണ്. അവരുടെ ഡ്രസ്സിങ്, ഓർണമെന്റ്സ്, സംസാരം നമ്മുടെ ഒരു സ്ലാങ്ങും കാര്യങ്ങളല്ലാത്തത് കൊണ്ട് നമുക്കത് കേട്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. അതുകൊണ്ടല്ലേ ഇപ്പൊ പ്രശാന്ത് ഏട്ടന്റെ കൂടെയുള്ള ബംഗാളിന്ന് വന്ന ആൾക്കാരോടും ഹിന്ദി സംസാരിക്കണവരോടൊക്കെ ഞാൻ നല്ല സുഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹിന്ദിയിൽ എവിടെയും പോയി പഠിച്ചിട്ടല്ല. ഹിന്ദി സീരിയൽ കണ്ടു. പിന്നെ ഡിഗ്രിക്കൊക്കെ ഹിന്ദി ആയിരുന്നു എടുത്തിരുന്ന സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു തലയ്ക്ക് പിടിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു അളിയനെ ജീജു എന്നാണ് വിളിക്കാറ്. അതുപോലെ എൻ്റെ അമ്മേനെ മാ എന്ന് പറഞ്ഞിട്ടാണ് ഫോണിൽ സേവ് ചെയ്തിട്ടാണ് മാ എന്നൊക്കെയാണ് വിളിക്കാറ്. അപ്പം അതുകൊണ്ട് അന്നേ സേവ് ചെയ്തിട്ട പോലെ ഇപ്പോഴും മാ എന്നാണ് കേട്ടോ എൻ്റെ ഫോണിൽ അമ്മയുടെ നമ്പർ കിടക്കണേ. അപ്പോൾ ഒരു മാ ടൈമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പം അതിൽ ചായ കൂടി നടക്കും, അമ്മയുടെ വിശേഷങ്ങൾ കേൾക്കൽ നടക്കും, എൻ്റെ വിശേഷങ്ങൾ കുറേ പറയൽ നടക്കും. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലേക്ക് കടക്കാൻ. അപ്പൊ ആ ടൈമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സീരിയല് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എനിക്കിഷ്ടല്ല. അത് കണ്ട് പല അമ്മായിമ്മമാരും പോരെടുക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഹിന്ദിയിൽ ഇസ് പ്യാർ കോ ക്യാ നാം ദൂം എന്ന് പറഞ്ഞൊരു സീരിയല്, യേ ഹേ മൊഹബത്തേ എന്ന് പറഞ്ഞൊരു സീരിയല്, ഈ രണ്ട് സീരിയൽ അടിപൊളിയാണ്. കാണാത്തൊരു വേണേ കണ്ടോട്ടാ. എൻ്റെ നൊസ്റ്റു അടിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണേ കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് അതേ ഫീല് കിട്ടുമെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾക്കത് ഭയങ്കര എൻജോയ് ചെയ്ത സംഭവങ്ങളായിരുന്നു. കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പ്രശാന്തേട്ടൻ ഫോൺ ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ കഥകൾ പറയാറുണ്ട്. എന്താ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടണേന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ അത്രയും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണ ഒരാളാണ്. ഇതൊന്നും എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നേ ഇല്ലെന്നേ. എന്ത് രസമായിട്ട് ആ ബട്ടർഫ്ലൈ ഒരു ഒരു താളത്തിലാണ് ആളുടെ ചിറകുകൾ വിരിക്കണതും അടയ്ക്കുന്നതും അല്ലേ. എനിക്ക് എന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. ഞാനൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമുക്ക് കുറച്ച് ജ്വല്ലറിയുടെ ഒരു ചെറിയ ബിസിനസ് ഞാൻ തുടങ്ങിയത് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ ആ ജ്വല്ലറിന്ന് ഓർഡർ വന്നേക്കണത് അന്ന് ഞാൻ ഓർഡർ വരുന്ന അന്ന് തന്നെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, മാക്സിമം വേഗം അവർക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു മാലയ്ക്കാണ് ഇന്ന് ഓർഡർ വന്നേക്കണേ. ഇന്നലെ എൻക്വയറി വന്ന് ഇന്ന് രാവിലെ കൺഫേം ചെയ്തതാ. അപ്പൊ അത് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ വേറെ ഹോൾസെയിലായിട്ട് എടുത്തു വെച്ചേക്കാണ്, പാക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ. അതുപോലെ ഇതുപോലത്തെ കവറുകൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പാക്കിങ്ങിന് ആവശ്യമുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ അതിൻ്റെ രീതിക്ക് ആക്കണം. ഇത് ഇങ്ങനെ ഒരു നീളനെ ആയിട്ടാ കിട്ടുക. നമ്മളത് ബോക്സ് ആക്കിയിട്ട് അതിൽ നമ്മുടെ ഓർണമെന്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പാർസൽ കൊണ്ടുപോയിട്ട് അയക്കാനായിട്ട്. ഞാൻ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് അയക്കണേ. ഞാൻ ഈ വ്ളോഗിങ്ങും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഇങ്ങനെ എനിക്ക് എല്ലാവരും നോക്കുമ്പോൾ എന്തിൻ്റെ കുറവുള്ളേ, എല്ലാണ്ട് സന്തോഷമായിട്ട് പോണു, നല്ല 2 കുട്ടികള്, നല്ലൊരു ഭർത്താവ്, നല്ലൊരു വീട്, നല്ല ജീവിതം അല്ലേ, അങ്ങനെയാണ്. അതങ്ങനെ തന്നെയാണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ ഞാൻ എന്തോ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാത്ത പോലെ ഒരു ഫീല് വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ചിന്തിച്ചത്. അത് ഈ വീട് പണിത് കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ജോലിക്ക് പോക്കും കാര്യങ്ങളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ യൂട്യൂബ് ചാനൽ എങ്ങനെയാ തുടങ്ങിയത്, അതെങ്ങനെയാ മോണിറ്റൈസ്ഡ് ആയത്, എങ്ങനെയാ ആദ്യത്തെ ഇൻകം എത്ര ചേച്ചിക്ക് കിട്ടിയത്, അതെങ്ങനെയാ നമുക്ക് ഇൻകം കിട്ടുക, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ അതിൽ പറയാം. പക്ഷെ ഇത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ കടന്നത് എന്നുള്ളതാ ഞാൻ പറയണേ. എല്ലാവരും, എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും കല്യാണം കഴിഞ്ഞ അവരുടെ ജീവിതം, അവരുടെ ഭർത്താവ്, കുട്ടികള് അങ്ങനെ ആവും അല്ലെ. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ ആവും. അവർക്ക് ആണ് കൂടുതൽ പ്രയോറിറ്റി വരിക അല്ലെ. കുട്ടികളുടെ വയ്യായകളും കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ ഹസ്ബൻഡ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ ഹോബിയായിട്ട് മാറിപ്പോവും. നമ്മുടേതായ ഹോബികൾ, നമുക്കായിട്ട് സന്തോഷം കണ്ടെത്തണ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇല്ലാതാവും.
അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. അതിപ്പോ ആരും നമ്മളെ ആക്കന്തല്ല, അത് കുട്ടികളുടെയും ഭർത്താവിന്റെയും ഒന്നും ഒരു കുറ്റമല്ല. നമ്മളായിട്ട് നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താത്ത പോലെ ആയിപ്പോവും. അങ്ങനെ ഒരു സമയം ആയപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് സന്തോഷമായിട്ട്. എനിക്ക് വേറെ ഒരു കുറവുമില്ല വീട്ടില്, പക്ഷെ എന്തോ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് ഞാൻ ഈ ഇത്രയും വർഷം ചെയ്തേന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് ജോലി നിർത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റെ കുട്ടികളെയും ഹസ്ബൻഡിനെ നോക്കി ഇരിക്കുകയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി ഞാനൊരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നരുത്. എനിക്കായിട്ട് നമ്മൾ ഹാപ്പി, ഒന്നും കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമുക്കായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് അതൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ അത് എങ്ങനെയാ എന്താന്നൊക്കെ പഠിച്ചെടുത്തത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളും തുടങ്ങിയപ്പോൾ ഇത്ര പെട്ടെന്ന് സക്സസ് ആവും നമ്മൾ വിചാരിക്കണില്ലല്ലോ. അപ്പൊ അത് സക്സസ് ആയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതാണ്. എനിക്ക് എപ്പോഴും വേറൊരാളുടെ അണ്ടറിൽ പോയിട്ട് ജോലി ചെയ്യണേക്കാളും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ബുട്ടീക്ക്, ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ ഒരു മേഖലയായിരുന്നു ഇഷ്ടം. പക്ഷെ അത് ഭയങ്കര നമ്മൾ അങ്ങോട്ട് ബിസി ആയി പോകും. നമ്മുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും കൊടുക്കാൻ പറ്റണ ആ സ്പേസ് കൊടുക്കാൻ പറ്റാണ്ടായാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങണമെന്ന് വിചാരിച്ചത്. അതായത് ഇപ്പൊ ഓർണമെന്റ്സിന്റെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ അത് നല്ലൊരു തീരുമാനമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നു. എനിക്ക് ആവശ്യത്തിന് ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് വരണ്ട, അല്ലെങ്കിലും എനിക്ക് കുറേ ഓർഡേഴ്സ് വന്ന് അത് തന്നെ നോക്കിയിരുന്ന് എനിക്ക് സമയമില്ലാത്ത പോലെ ഒരാളെ വെക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതുപോലെ ഇപ്പൊ വരണ പോലെ തന്നെ മാസത്തില് കുറച്ച് ഓർഡറുകൾ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ച് ഓർഡറുകൾ അങ്ങനെ വന്നാൽ മതി, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ വരണ ഓർഡർ അപ്പൊ ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി വിടും. അപ്പൊ ഇന്ന് നമുക്ക് വന്നേക്കണ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാൻ കൊറിയർ അയച്ചു. അപ്പൊ ഇത് അപ്പോഴല്ല വന്നത്, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അയച്ചാൽ മതിയായിരുന്നു. ഇത് ഇന്ന് രാവിലെയാണ് ഈ ഒരു ഓർഡർ വന്നത്. അപ്പൊ അതിനായിട്ട് ഇതേ പെട്ടി നമ്മൾ സെറ്റാക്കി. ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ മറ്റേ ബബിൾ റാപ്പ് ഒരു കഷ്ണം വെക്കണം. ഒരു കഷ്ണം ബബിൾ റാപ്പ് വെച്ചിട്ട് അതിൽ നമ്മൾ നമ്മുടെ ഓർണമെന്റ്സിനെ സേഫ് ആക്കി കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യണേട്ടാ. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പാക്ക് ചെയ്യാം അതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മുടെ ബിസിനസ് വേറൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ചിന്തിക്കാം. ഇനി ഇതിൽ നമുക്കൊരു താങ്ക് യു സ്റ്റിക്കർ ഒട്ടിക്കണം. പേര് ഓൺലൈൻ ബിസിനസ്, അതായത് ഈ ജ്വല്ലറി ബിസിനസ് ഒക്കെ എങ്ങനെയാണ് ചേച്ചി സ്റ്റാർട്ട് ചെയ്തത്, അതിനുള്ള സംഭവങ്ങളൊക്കെ എവിടെന്നാ പർച്ചേസ് ചെയ്തത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ചും ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും. അപ്പം നമുക്ക് ഇന്നത്തെ ഓർഡർ പാക്ക് ചെയ്താലോ. ഇതാണ് നമ്മുടെ കൊറിയറിൻ്റെ കവറ്. നമ്മൾ ഓർണമെൻ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സേഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ കൊറിയർ കവറിലിടും. ഞാൻ വാങ്ങിച്ച കൊറിയർ കവറിന് ഇത്തിരി നീട്ടം കൂടുതലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊന്ന് മടക്കിയിട്ട് അടിഭാഗം ഒന്ന് മടക്കി സെറ്റാക്കാറുണ്ട് കേട്ടോ. കറക്റ്റ് പാക്കിങ് കറക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു എനിക്കിഷ്ടമാണ്, ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. ഇതിങ്ങനെ പണ്ടേ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പൊതിഞ്ഞ് ഒരു പെട്ടിയിലാക്കി ക്രിസ്മസ് ഫ്രണ്ടൊക്കെ പൊതിഞ്ഞു കൊടുക്കില്ലേ. അപ്പൊ എൻ്റെ ചേട്ടന്മാരുടെ വരെ ഞാനാ പൊതിഞ്ഞു കൊടുക്കാറ്. ശരത്തേട്ടൻ്റെയും കണ്ണേട്ടൻ്റെയും ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും ഞങ്ങളുടെയും എല്ലാം ഞാൻ തന്നെ പൊതിഞ്ഞു കൊടുക്കാറ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പാക്കിംഗ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടമാണ്. നമ്മൾ ശരിക്കും ഗിഫ്റ്റ് പേപ്പർ ഒക്കെ വെച്ചിട്ട് പൊതിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊതിയില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പൊതിഞ്ഞു തരാറില്ലേ നല്ല രസമായിട്ട്, അതുപോലെ ഞാൻ പൊതിഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് പരിപാടി. അപ്പോൾ ഇതും ഞാൻ ആസ്വദിക്കുന്നു. എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയക്കുകയല്ലേ, അപ്പം അതും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചു. ഇനി അടുത്ത തവണ ഈ കവർ വാങ്ങുമ്പോൾ ഇത്തിരി ചെറുത് വാങ്ങാം. ഞാൻ വലിപ്പം കൂടിയോണ്ട് വിഷയമില്ല, വലിപ്പം കുറഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് വെച്ചിട്ട് കുറച്ച് വലിപ്പത്തിൽ എടുത്തതാണ് കവർ. ഞാൻ ഈ ഒരു സൈഡും ഇതുപോലെ ടൈറ്റ് ആകും. ഇപ്പൊ ഇതിനും സൈഡ് ഇത്തിരി വീതി കൂടുതലുണ്ടേ, അപ്പൊ അതും നമുക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പൊ ഇപ്പൊ നമ്മള് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താ, ഇപ്പൊ നാട്ടുകാർ പറയണ പോലെ അവൾക്ക് എന്തിന്റെ കുറവുള്ളേ, അവൾ എന്തിനാ വീണ്ടും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം, അവൻ അവളെ പൊന്നു പോലെയല്ലേ നോക്കണേ, എല്ലാം കൊണ്ടും നല്ല ജീവിതം, പിന്നെന്താ അവൾക്കൊരു കുറവ്, അങ്ങനെ ചിന്തിക്കില്ലേ. പക്ഷെ ഞാൻ പറയണേ, ഏതൊക്കെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടേതായ ഒരു ചെറിയ സമയം നമുക്കായിട്ട് കുറച്ച് സന്തോഷമൊക്കെ കണ്ടെത്തണം. എന്നാലേ നമുക്ക് അവരും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കിനി അഡ്രസ്സ് ഒരു പേപ്പറിൽ എഴുതി നമുക്ക് ഇതിൽ ടച്ച് ചെയ്യാം. എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ബുക്കായത്. പിന്നെ കുറേ ബുക്കുകളുള്ള കാരണം എല്ലാ ബുക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ലല്ലോ. ഇപ്പോൾ ഡ്രോയിങ്ങിനൊന്നും ഇരിക്കാൻ നേരം കിട്ടാറില്ല. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ കുറച്ച് മാറിയില്ലേ. പിന്നെ ഡ്രോയിങ്ങിന് എനിക്ക് കുറച്ച് മടിയുണ്ട്. എന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വരച്ച് പിന്നെ അതിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാലൊക്കെ എനിക്ക് മൂഡ് പോകും. ആ വരച്ച് അത് തീർക്കാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വരത്തിരി കുറവാണ്. പിന്നെ എന്തെങ്കിലും വർക്കുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ പടമൊക്കെ വരച്ച് തരുമോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ വരച്ച് കൊടുക്കാറ്. അങ്ങനെ നമ്മുടെ സംഭവം എഴുതൽ കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് വെക്കാം. ഞാനിങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. സപ്പോർട്ട് മീൻസ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആൾക്കാരോട് പറഞ്ഞത്. ഞാൻ ആരോടും ഇതിനു മുമ്പേ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം, ഞാനൊരു ഓർണമെന്റ്സിന്റെ സംഭവം തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അമ്മോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ ഇത് ആരിൽ നിന്ന് വാങ്ങണം, സെല്ലേഴ്സിന് എനിക്ക് എവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും അത് പ്രാബല്യത്തിൽ വരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയണമല്ലോ. അല്ലാതെ ചാടി ഒരു സംഭവത്തിലേക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പൂജവെപ്പിന്റെ സമയത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പ് തുടങ്ങണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതിന് മുമ്പ് അതെനിക്ക് അങ്ങനെയുള്ള ഒരു ശീലാണ്. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ വെറുതെ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തുടങ്ങല്ല ചെയ്ത്, അതിനെന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് യൂട്യൂബിൽ തന്നെ തപ്പാ ചെയ്ത്. അപ്പൊ അതുപോലെ തന്നെ ഓർണമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നിയപ്പോ തന്നെ ഞാനത് തുടങ്ങാന്ന് വെച്ചാൽ വെറുതെ പറ്റില്ലല്ലോ. പാക്കിങ്ങിന്റെ സാധനങ്ങൾ വേണം, നമുക്ക് നല്ല പ്രൈസ് കുറവിൽ കിട്ടിയാലേ നല്ല പ്രൈസ് കുറവിൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഹോൾസെയിലേഴ്സിന് കിട്ടണം. അതുപോലെ ഇത് അയക്കുമ്പോ എത്ര രൂപയോ എങ്ങനെ എന്താന്ന് അറിയണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയണമല്ലോ. അപ്പൊ ആദ്യം അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ, എന്നെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് കേട്ടാ. അത് പിന്നെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ എഴുതി ഫോൺ നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കട്ടെ. ഒന്നുകൂടി നോക്കി എന്ന് പറയാൻ വരാ, ഞാൻ കറക്റ്റ് ആണെന്ന് ഒന്നും കൂടി നോക്കട്ടെ. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇനി ഈ അഡ്രസ്സ് കാര്യങ്ങൾ വെക്കാൻ ഇവിടെ ഒരു കവർ ഉണ്ട്, അവിടെയും നമുക്ക് ഒട്ടിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അതും നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി മുകളിലും ഒട്ടിക്കാനുള്ളൊരു സംഭവം ഉണ്ട്, അതും നമ്മൾ കീറിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് ഞാൻ ഒരു പേനോണ്ടൊരു കുത്തി ഒന്ന് ഓട്ടയാക്കും. എന്തിനാണെന്നറിയോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എയർ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് വീണ്ടും പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും പേന കൊണ്ട് ചെറുതായിട്ടൊരു ഹോൾ ഇടും, പാക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ പാക്കിങ് പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ ഓർഡർ നമ്മൾ പാക്ക് ചെയ്തു. ഇനി ഇന്ന് വേറെ ഓർഡർ ഒരെണ്ണം എൻക്വയറി വന്നിട്ടുണ്ട്, അതും കൂടി ഓക്കെ ആയാൽ അതും കൂടി പാക്ക് ചെയ്ത് വെച്ചാൽ ഇന്നത്തെ പരിപാടി കഴിയും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ നാളത്തേക്ക് അയക്കുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ തന്നെ വന്നാൽ നമ്മൾ ആ ഓർഡർ വരുന്ന അന്ന് തന്നെ നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കും.
അങ്ങനെയാണ്. അത് പാക്ക് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കണം അവർക്ക്. എനിക്ക് ആദ്യമേ എന്താ പറയാ, ഈ മാല എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് GPay നമ്പർ ചോദിക്കുന്ന ആൾക്കാരോട് പറയും, ഇപ്പൊ നിങ്ങൾ അയക്കണ്ട, ഞാൻ പാക്ക് ചെയ്ത് ഫോട്ടോ അയക്കും, അപ്പോഴേ നിങ്ങൾ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടു. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ അയച്ചാൽ മതി. പാക്ക് ചെയ്ത സംഭവത്തിന്റെ ഫോട്ടോ അയച്ചിട്ട് നിങ്ങൾ പൈസ അയച്ചാൽ മതി എന്നാണ് പറയാറ്. നമ്മുടെ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒതുക്കി എടുത്തു വെക്കാം. ഓർണമെന്റ്സ് ഇവിടെ ഇരിക്കട്ടെ. പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ നോട്ടെ. വെക്കാനുള്ള സാധനങ്ങൾ ഒരു കവറിലിട്ട് വെക്കട്ടെ കേട്ടാ. ഒരു വേസ്റ്റ് പേപ്പറും കൂടി ഉണ്ടല്ലോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ. കുട്ടികളെ വിട്ടു, രാവിലെ പ്രശാന്തേട്ടൻ ഇന്ന് അകലയിലേക്കാണ് പോയേക്കണേ. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാൻ സാധ്യത കുറവാണ്. അപ്പൊ എനിക്ക് പിന്നെയുള്ള പരിപാടി ഇന്ന് ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് തിരക്കുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ല. ജിമ്മിൽ പോണത് എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ ഞാൻ വരച്ച പടം കിട്ടാ, ഞാൻ കാണിച്ചു തരാം. എന്താ, ഇതൊരു കോമ്പറ്റീഷന് വേണ്ടി വരച്ചതാ. 3rd പ്രൈസാ കിട്ടി എനിക്ക്. ഇത് ഞാൻ എപ്പോഴാ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഓൺലൈനായിട്ട് കൊറോണ ടൈമിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു പിക്ചർ കാണിച്ചിട്ട് അതുപോലെ തന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ച പിക്ചർ അത്. ആ ബുക്ക് അത്. ഇതിൽ വേറെ ഒന്നും വരച്ചിട്ടില്ല എന്നുണ്ടാ, വേറെ പടങ്ങളൊന്നും വരച്ചിട്ടില്ല. വേറെ ബുക്ക് ഉണ്ട് എനിക്ക്, കുറെ പടം വരച്ച നിറച്ച് വരച്ചിട്ടിരിക്കണ ബുക്ക് ഇരിക്കുന്നുണ്ട്. ഇത് വേറൊരു പുതിയ ബുക്കായിരുന്നു. അതിൽ ആ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പുതിയ ബുക്കിൽ അത് വരച്ച് ഇതില് 3rd പ്രൈസ് കിട്ടി. അത് കേരളത്തിലെ മൊത്തത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റും ഉള്ള പടം വരക്കാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവരുടെ ഒരു മത്സരം എന്ന് പറഞ്ഞപ്പോ വെറുതെ ഞാനൊന്ന് എടുത്തതാ. അന്ന് പിന്നെ ഇഷ്ടംപോലെ സമയല്ലേ, കൊറോണ വന്നിട്ടിരിക്കല്ലേ, എങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പൊ ഫുള്ള് പടം വരെയായിരുന്നു. പടം വരെയായിരുന്നു. എന്തോരം പടങ്ങളാ വരച്ചേ. അതിൽ കുറെ പടമാണ് ഞാൻ ആ മേലത്തെ റൂമിൽ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ, ഞാൻ വരച്ച പടങ്ങളാന്ന് പറഞ്ഞിട്ട്. അന്ന് വരച്ച പടങ്ങളാണ് അതൊക്കെ. ഈ ബുദ്ധന്റെ ഹാളിൽ വെച്ചണം, ബുദ്ധന്റെ പിന്നെ മുകളിൽ വെച്ചേക്കണ കുറെ പടങ്ങള്. അപ്പൊ പെൻസിൽ ഡ്രോയിങ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ആ കൊറോണ ടൈമിലാണ് കളറിന്റെ ഡ്രോയിങ്സ്, കളർ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫാബ്രിക് കളറ്, ഓയിൽ പേസ്റ്റ്, അങ്ങനെ പല കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പടം വരെ ഞാൻ തുടങ്ങിയത് ആ സമയത്താണ്. കൊറോണ കുറെ പേർക്ക് കുറെ ഇതുണ്ടാക്കിന്ന് തോന്നുന്നു അല്ലെ. ഞാൻ അന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങായിരുന്നു അല്ലേ കൊറോണയുടെ സമയത്ത്. എന്താ ചെയ്യാ, കുറച്ച് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നല്ലേ അല്ലേ. നമ്മുടെ റോബിക്കുട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. റോബിക്കുട്ടൻ്റെ ടൈം ആകുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇറങ്ങി പണി തുടങ്ങിക്കോളും. ഇനി എനിക്ക് കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ട് കളയാനൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ ഒരു ബക്കറ്റിൽ മൊത്തത്തിൽ ഇട്ടിട്ട് പേപ്പർ വേസ്റ്റുകളൊക്കെ ഒരു കവറിൽ അവിടെയും, പിന്നെ ഒരു ഫുഡ് വേസ്റ്റ് ഞാൻ ഈ ബക്കറ്റിലും, പിന്നെ പേപ്പർ വേസ്റ്റ് അവിടെ തന്നെ ഒരു കവറിൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേറൊരു കവറിൽ, അങ്ങനെ ആക്കി വെക്കും. അപ്പൊ ആ ചേച്ചിമാര് വരുമ്പോ കൊണ്ടുപോക്കോളും. അങ്ങനെ അപ്പൊ നമുക്ക് വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പൊ പാർട്ട് 2 വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, ഇത് മൊത്തം അപ്ലോഡ് ആവാൻ തന്നെ കുറെ ടൈം എടുക്കില്ലേ, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഇനി കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അടുത്ത വിശേഷങ്ങളല്ല, ഈ വീഡിയോയുടെ തന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.